ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ 11ാം ആഴ്ചയിൽ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയത് വേദലക്ഷ്മിയാണ്. ഈ സീസണിൽ ഹൗസിൽ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച ഒരാളും ലക്ഷ്മിയായിരുന്നു. തുടക്കം ലിബിസിംഗ് കപ്പിളായ ആദിലയും നൂറയും വീട്ടിൽ കയറ്റാൻ കൊള്ളുന്നെന്ന് പറഞ്ഞതോടെയായിരുന്നു. അതിനുശേഷം വലിയ രീതിയിൽ ഹൗസിനകത്തും പുറത്തും ലക്ഷ്മിക്കെതിരെ ഹേറ്റ് ഉയർന്നിരുന്നു. എങ്കിലും ആക്റ്റീവായി ഹൗസിൽ നിലനിൽക്കാൻ കഴിഞ്ഞിരുന്നു എന്നാണ് ലക്ഷ്മി പുറത്തായത്. ഫാമിലി വീക്കിൽ ലക്ഷ്മിയുടെ 2.5 വയസ്സുകാരൻ മകൻ സമന്യുവിനെ ഹൗസിലേക്ക് കയറ്റാതിരുന്നതും വലിയ രീതിയിൽ ചർച്ചയായ ഒന്നായിരുന്നു. അന്ന് ലക്ഷ്മിയുടെ ഭർത്താവ് അനന്തപത്മനാഭൻ അടക്കമുള്ളവർ ബിഗ് ബോസ് ടീമിനെതിരെ രംഗത്തും വന്നിരുന്നു. താൻ സമ്മതം കൊടുത്തിട്ടും കുഞ്ഞിനെ കാണാൻ ലക്ഷ്മിയെ ബിഗ് ബോസിനെ അനുവദിച്ചില്ലായിരുന്നു എന്നാണ് അനന്തപത്മനാഭൻ പറഞ്ഞത്. എന്നാൽ ലക്ഷ്മിയും ഭർത്താവും വിവാഹമോചനത്തിന് തയ്യാറെടുക്കുന്നതിനാൽ ചില നിയമപരമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനാലാണ് ലക്ഷ്മിയുടെ കുഞ്ഞിനെ ഹൗസിൽ കയറ്റാതിരുന്നത്. പക്ഷേ കൺഫെഷൻ റൂമിൽ വെച്ച് ലക്ഷ്മി മകനെ കണ്ടിരുന്നു. ഈ വിഷയം കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷം ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം ലക്ഷ്മി വെളിപ്പെടുത്തിയത്. തനിക്ക് വേണ്ടി സംസാരിച്ച ഭർത്താവ് വീഡിയോ ഇറക്കിയതിനോടും എതിർപ്പുള്ളതായും ലക്ഷ്മി വ്യക്തമാക്കി. കൺസ്ട്രക്ഷൻ റൂമിൽ വെച്ച് ഞാൻ മോനെ കണ്ടിരുന്നു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓഡീഷന് വന്ന സമയത്ത് തന്നെ ഞാൻ ടീമിനോട് പറഞ്ഞിരുന്നല്ലോ. ഭർത്താവിൻ്റെ സമ്മതം വേണമായിരുന്നുവെന്ന് ലീഗലി അത് കിട്ടാതിരുന്നത് കൊണ്ടാണ് മകനെ ഹൗസിൽ കയറ്റാതിരുന്നതെന്ന് അറിയാം. അതിൽ ക്ലാരിറ്റി കുറവ് എനിക്കില്ല. ഈ വിഷയത്തിൽ ഭർത്താവ് വീഡിയോ ഇട്ടതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്നെക്കുറിച്ച് ഒരു വീഡിയോയിലും മുൻ ഭർത്താവ് ഇടണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ 2 വയസ്സായ കുഞ്ഞിനെ ടീം ഒറ്റയ്ക്ക് പുറത്തു നിർത്തിയെന്ന് എനിക്കും അറിയാമായിരുന്നു. കുഞ്ഞിനൊപ്പം കൂട്ടാൻ എൻ്റെ ബ്രദർ നിന്നത് എനിക്ക് തെറ്റൊന്നും തോന്നില്ല. ഞാൻ കൺഫെഷൻ റൂമിൽ വെച്ച് കുട്ടിയെ കണ്ടു. ബ്രദറും ഭർത്താവും എല്ലാം കുട്ടിയുടെ പേരിൽ വീഡിയോ ഇടുമെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ബ്രദർ ഹൗസിലേക്ക് വരാത്ത കുട്ടിയോടൊപ്പം പുറത്ത് കൂട്ടായി നിന്നതോടാണ് ഞാൻ യോജിക്കുന്നു എന്നും ലക്ഷ്മി പറയുന്നു. PR നൽകിയിട്ടാണ് ഷോയിൽ മത്സരിക്കാൻ എത്തിയെന്ന ചോദ്യത്തിന് ലക്ഷ്മി പ്രതികരിച്ചു. എനിക്ക് PR ഇല്ല. അവസാന നിമിഷമാണ് എനിക്ക് BBയിൽ നിന്ന് കോൾ വന്നത്. ഡ്രസ് സെലക്ട് ചെയ്യാനാകാതെ മര്യാദയ്ക്ക് ഫുഡ് പോലും കഴിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. പുറത്ത് ഞാൻ പ്രിൻസിപ്പളല്ല. പക്ഷേ വീട്ടിൽ അത്യാവശ്യം കാർന്നോര് കളിച്ച് നടക്കുന്നതാണ്. അപ്പൂപ്പനും അമ്മൂമ്മയും ഉള്ള വീടാണ്. അമ്മയുടെ ചേച്ചി വീട് ഇവിടങ്ങളിൽ എല്ലാം ഡ്രൈവർ പണിയും കാർന്നോര് പണിയും എല്ലാം ഞാനാണ് ചെയ്യുന്നത്. ആ ലക്ഷ്മി ഞാൻ ഹൗസിൽ എടുത്തിരുന്നെങ്കിൽ ഹൗസ്മേറ്റ് എനിക്ക് വിഷം കലക്കി തന്നേനെ. ഞാൻ ഓർഗനൈസ് ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ അല്പം ടൈറ്റുള്ള സ്വന്തം വീട്ടിൽ